കൊല്ലം പൂരവുമായി ബന്ധപ്പെട്ട RSS നേതാവ് ഹെഡ്ഗേവാളിന്റെ ചിത്രം കുടമാറ്റത്തിൽ ഈ പ്രദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ട പരാതികളും രാഷ്ട്രീയ വിവാദങ്ങളും ഉയരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പരാതി ഇപ്പോൾ പോലീസിന് മുമ്പാകെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു പന്തളം നൽകിയിരിക്കുകയാണ്. വിഷ്ണു, ഒരു പരാതി കൂടി. വിഷ്ണു ഇപ്പം കടക്കലിന് ശേഷം അടുത്ത പരാതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. ക്ഷേത്രങ്ങളിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു സാമീപ്യം, അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതല്ലേ തെളിയിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് തുടർച്ചയായിട്ട് കൊല്ലം ജില്ലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് CPM-ഉം BJP-യും ഒരുപോലെ മത്സരിച്ചുകൊണ്ട് ഇവിടെ ക്ഷേത്രാചാരങ്ങളിലേക്ക് രാഷ്ട്രീയം കലർത്തുവാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇവിടെ കൊല്ലം പൂരവുമായി ബന്ധപ്പെട്ട് ഹെഡ്ഗേവാറിന്റെ പടം അവിടെ കാണിച്ചത്. ഈ വിഷയത്തിൽ ഏതാണ്ട് പരാതി കൊടുത്ത് മണിക്കൂറുകൾക്ക് ശേഷം, ഏതാണ്ട് 3-4 മണിക്കൂറായി ഇതുവരെ പരാതി കൊടുത്തിട്ട് നിരവധി 1-2 തവണ പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടെങ്കിലും ഇതുവരെ മൊഴിയെടുക്കാനോ മറ്റു കാര്യങ്ങളിലേക്കോ അവർ കടക്കുന്നില്ല. ഈ കൊല്ലം പൂരം നടക്കുമ്പോഴും അവിടെ സിറ്റി പോലീസ് കമ്മീഷണറും അടക്കമുള്ള ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടത്തിന്റെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഇവിടുത്തെ ഭരണകർത്താക്കളും കാണിക്കുന്ന ഒരു നിശബ്ദതയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാൻ CPM-നെയും BJP-യും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ പ്രേരിപ്പിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇതിനകത്ത് കൃത്യമായ ഒരു വീഴ്ചയുണ്ടായിട്ടുണ്ട്. ആ വീഴ്ച ഒരു കാരണവശാലും മറച്ചുവെക്കാൻ പറ്റത്തില്ല. കാര്യം കടക്കൽ ക്ഷേത്രത്തിന് ശേഷം കോട്ടിക്കൽ, അതിനുശേഷം ഇപ്പോൾ ആശ്രാമം കൊല്ലം പൂരവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ വേദിയാക്കാതിരിക്കാനുള്ള പോരാട്ടത്തിൽ തന്നെയാണ്. തീർച്ചയായിട്ടും ആരാധനാലയങ്ങൾ എപ്പോഴും വിശ്വാസികൾക്കുള്ളതാണ്. അവിടേക്ക് രാഷ്ട്രീയം കലർത്തുവാൻ ശ്രമിക്കുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ശക്തമായ നിയമ പോരാട്ടങ്ങൾ അടക്കവുമായി മുന്നോട്ട് പോകും. കൊല്ലം ജില്ലയിലെ 3ാമത്തെ ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ രാഷ്ട്രീയപരമായ ഒരു അതിപ്രസരം കടന്നു വന്നതിനെ തുടർന്ന് പരാതികൾ ഉയർന്നിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള 3 ക്ഷേത്രങ്ങളാണ് അത്തരത്തിൽ ക്ഷേത്രങ്ങൾക്കെതിരെയാണ് പരാതികളുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കും അതുമായി ബന്ധപ്പെട്ട നിയമപ്രവർത്തനങ്ങളിലേക്കും വിഷ്ണു പന്തളം അടക്കമുള്ളവർ കടക്കുന്നത്. കൊല്ലത്തുനിന്ന് ക്യാമറമാൻ അരുണസാറിനൊപ്പം അരുൺ രാജ് 24.